ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു BS6 350 ക്ലാസിക്കാണ്. BS6 വരുന്നത് 2021 മോഡൽ. നമ്മൾ BS6 സ്റ്റാൻഡേർഡിനാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ അടുത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചെയിൻ സോക്കറ്റ് മാറ്റാണ്ടായിരുന്നു, വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടായിരുന്നു, ക്യാം നോയ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡും BS6 സ്റ്റാൻഡേർഡും ക്ലാസിക്കും തമ്മിലുള്ള ഡിഫറൻസാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഫ്യൂവൽ കുറവാണ്, ഫ്യൂവൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഏതായാലും നോക്കാം. ലൈറ്റ് ഇരുട്ടത്താണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ക്ഷമിക്കുക, കാരണം നമുക്ക് പകലെടുക്കാൻ കഴിയുന്നില്ല, നല്ല തിരക്കാണ് ഷോപ്പിൽ. ഇപ്പോൾ ക്ലോസിങ് ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നതിലാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസിക്കും BS6 സ്റ്റാൻഡേർഡും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ടോർക്ക് തന്നെയാണ് മാറ്റം വരിക. പിന്നെ BS4 BS3 ക്ലാസിക്ക് എന്താണ് മാറ്റം, BS6 ക്ലാസിക്ക് എന്താണ് മാറ്റം, കുറച്ച് ഒരു സ്മൂത്താണ് വണ്ടി കേട്ടോ. BS4-നേക്കാളും BS3-ക്കാളും കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് റൈഡിങ്, അത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വണ്ടി വരുന്നത്. അന്ന് സ്മൂത്ത് റൈഡിങ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസീവ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ECM ത്രോട്ടിൽ ബോർഡ് ഒന്നിച്ച് വരുന്നതാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ബോഡി റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ, ECM കംപ്ലയിൻറ്റ് വന്നാൽ രണ്ടും കൂടെ ഒന്നിച്ച് 10 സംതിങ് ഒന്ന് മാറ്റേണ്ട വരും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് മേജറായിട്ട് വരുന്നൊരു വിഷയം കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, അപ്പം റോയൽ എൻഫീൽഡ് എന്നൊരു വാഹനത്തിന് ഒരു ട്രഡീഷണലായിട്ടൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെ പഞ്ച് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നന്നാവുക ക്ലാസിക്കിനേക്കാളെ കുറച്ചുകൂടി ബെറ്റർ സ്റ്റാൻഡേർഡാണെന്ന് തോന്നുന്നു. സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിച്ച് ES ആണ്, ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്ന ക്ലാസിക്കാണ് കേട്ടോ. കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് റൈഡിങ് ക്വാളിറ്റിയിൽ. പിന്നെ ഇതിന് വരുന്നത് സ്പ്രിങ് സീറ്റാണ്, ഫ്രണ്ട് സ്പ്രിങ് സീറ്റാണ്. അതുകൊണ്ട് ചെറിയൊരു കംഫർട്ട് ഉണ്ടെന്ന് പറയാം. പക്ഷേ പില്ലിയൻ സീറ്റ് കുറച്ച് കംഫർട്ട് കുറവാണ് ക്ലാസിക്കിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൈനസും. പിന്നെ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഫീല് ഇല്ല എന്നല്ല, ബുള്ളറ്റ് ഏത് വണ്ടി ഓടിച്ചാലും ബുള്ളറ്റ് ഓടിക്കുന്ന ഫീല് കിട്ടും. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണ്, സ്റ്റാൻഡേർഡായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര തന്നെ ഫീല് ക്ലാസിക് കിട്ടില്ല. ക്ലാസിക് കുറച്ചുകൂടി ഒരു ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടിയാണ്. അതായത് ലോൻ്റെ ടോർക്ക് കുറവാണ്, ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറച്ച് കൂടിയിട്ടുള്ള വണ്ടിയാണ്. പെട്ടെന്ന് വണ്ടി എടുത്തു പോകാനൊക്കെ നല്ലത് ക്ലാസിക്കിനേക്കാൾ, സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടി നല്ലത് ക്ലാസിക് തന്നെയാണ്. അപ്പോൾ ലോങ് റൈഡ് എന്നല്ല, കുറച്ചുകൂടി പിന്നെ ഓവർടേക്കിങ്ങിലൊക്കെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റിയ ക്ലാസിക് ആണെന്ന് പറയാം. മറ്റേ സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നിൽ നിൽക്കുന്ന ക്ലാസിക് തന്നെയാണ്. സ്റ്റാൻഡേർഡ് കുറച്ച് ഒരു ലാഗ് അടിക്കും, കാരണം അത് 10.5 ക്രാങ്ക് വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂടുന്ന വണ്ടികൾക്ക് ഹൈ സ്പീഡ് കുറച്ച് കുറയും, പെട്ടെന്ന് എടുത്ത് പോകാനുള്ളൊരു പ്രവണത കുറയും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്ത് തന്നെയായാലും അത്ര ഒന്ന് ഹൈ സ്പീഡിൽ എടുത്തിട്ട് നമുക്ക് ഓവർടേക്കിങ്ങിൻ്റെ ആവശ്യത്തിലുള്ള സ്പോർട്ട് വണ്ടി ഒന്നും അല്ലല്ലോ റോയൽ എൻഫീൽഡ്, ലെജൻഡ് റൈഡേഴ്സ് വണ്ടിയാണല്ലോ. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പം അതിന് വലിയൊരു പ്രാധാന്യം ഇല്ലാന്ന് തോന്നുന്നു. ഇറക്കമാണ്, സോറി കേട്ടോ, ഇറക്കത്തിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് എടുത്തു പോകാൻ മറ്റേത് ക്ലാസിക്കിൻ്റെ സ്റ്റാൻഡേർഡിനേക്കാളും നല്ല ക്ലാസിക്കാണ്. അങ്ങനത്തെ ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല ക്ലാസിക്കാണ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതിൻ്റെ ലോൻ്റെ ടോർക്ക് കപ്പാസിറ്റി ഞാൻ കാണിച്ചു തരാം. എയർ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കി വെച്ചിരുന്നു. പിന്നെ വണ്ടിക്ക് വല്ലാതെ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നത് വൈബ്രേഷൻ റോയൽ എൻഫീൽഡ് വൈബ്രേഷൻ ഉണ്ട് എന്ന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ലൈറ്റ് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര നമ്മളെ മടുപ്പിക്കുന്ന ഒരു വൈബ്രേഷൻ ഒന്നും റോയൽ എൻഫീൽഡ് ഇല്ല. ലൈറ്റ് വൈബ്രേഷൻ ട്രഡീഷണൽ എഞ്ചിൻ്റെതായ ഒരു മൈനസ് എന്ന നിലയ്ക്ക് തന്നെ ഒരു ലൈറ്റ് വൈബ്രേഷൻ ഇതിനുണ്ട്. പക്ഷേ വല്ലാത്ത വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായും ഒരു മെക്കാനിക്ക് കണ്ട് ജനറൽ സർവീസ് ചെയ്ത് കംപ്ലീറ്റ് എല്ലാം ഞെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഫുൾ ടൈറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അത് വീലിൻ്റെ ഡ്രോയിങ് ഔട്ടാണ്, അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതിൽ പിന്നെ അലോയ് വീൽസാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമല്ല, വീൽ ഡ്രോയിങ്ങിൻ്റെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഗതിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വണ്ടിക്ക് നല്ലൊരു സ്മൂത്ത് റൈഡിങ് കിട്ടും. വല്ലാതെ വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വല്ലാതെ മടുപ്പിക്കുന്ന, എല്ലാവരും പറയുന്ന മാതിരി ബുള്ളറ്റ് ഭയങ്കര വൈബ്രേഷൻ ആണെന്ന് വിചാരിച്ച് കൊണ്ടെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു വണ്ടി അതിൽ പെട്ടതാണ്. വൈബ്രേഷനാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ വേറെ ആൾ കസ്റ്റമറോട് പറയുന്നത് കേട്ട് ബുള്ളറ്റ് പൊതുവെ വൈബ്രേഷൻ. പക്ഷേ ഈ വൈബ്രേഷൻ കംപ്ലീറ്റ് പോയിട്ട് ഒരു 90% പോയി. ഒരു 10% വൈബ്രേഷൻ ഉണ്ട്. റോയൽ എൻഫീൽഡിലുള്ള വൈബ്രേഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മളാ മടുപ്പിച്ച് പിന്നെ ഇളക്കി താഴോട്ടിടുന്ന വൈബ്രേഷൻ ഒന്നും റോയൽ എൻഫീൽഡിനില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് സർവീസ് ചെയ്തെങ്കിൽ ആ വൈബ്രേഷൻ കുറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അലോയ് വീൽസാണ് ഇതിന് വരുന്നത്. ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ കയറ്റൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരിക്കലും ബ്രേക്ക് ചവിട്ടി പിടിച്ചിറങ്ങരുത്. അതൊന്നുമില്ല, ഗിയർ ഡൗൺ ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ബ്രേക്ക് കൊടുക്കുക, ബാക്ക് ബ്രേക്ക് കൊടുക്കുക. ഡിസ്ക് ബ്രേക്ക് ഏത് വണ്ടിയാണെങ്കിൽ ബോത്ത് ബ്രേക്ക് ഡിസ്ക് ആണെങ്കിൽ അത് ബ്രേക്ക് ഫ്ലൂയിഡ് ബോയിലായിട്ട് ഇതിൻ്റെ വാക്വം പിസ്റ്റൺ റിലീസാവുന്നൊരു വിഷയം ഇതിന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയറ്റം ഇറങ്ങി വരുന്ന ആളുകൾ ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഇറങ്ങരുത്. ഗിയർ ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ആവശ്യത്തിന് മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഹീറ്റ് വല്ലാതെ ബോയിൽ ചെയ്യാൻ, ബ്രേക്ക് ഫ്ലൂയിഡ് വല്ലാതെ തിളപ്പിക്കാൻ നമ്മൾ ചവിട്ടി പിടിച്ചാലേ നടക്കുള്ളൂ. ഫ്രീക്വൻ്റായിട്ട് ചവിട്ടി പിടിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കുക. വല്ല കയറ്റൊക്കെ ഇറങ്ങിയ സമയത്ത് ബ്രേക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് ചാടി പുറപ്പെട്ട് ബ്രേക്ക് ചവിട്ടി ഇറങ്ങരുത്. ഇത് വളരെ ഡേഞ്ചറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ബാക്ക് ഡിസ്ക് ഉള്ള ആളുകൾ അത് വലിയൊരു മൈനസ് തന്നെയാണ്. നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിത് സ്ലോ ഡൗൺ ചെയ്യുകയാണ് വണ്ടി. ഇതിൻ്റെ ടോർക്ക് കാണിച്ചു തരാം കേട്ടോ, എത്ര സ്പീഡിൽ ലോ സ്പീഡിൽ പോകുന്നുള്ളത്. നോക്കാം കേട്ടോ. ടോപ്പ് ഗിയറിലാണുള്ള വണ്ടി. സ്റ്റേബിളല്ല. ഒരു 45 അല്ലേ വണ്ടി സ്റ്റേബിളാവണുള്ളൂ. ആ 45-50 ആണ് ഇതിൻ്റെ ജനറലായിട്ട് നമ്മൾ ലോ ആൻഡ് ടോർക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റിയ ഒരു കോമൺ സ്പീഡ് എന്ന് പറഞ്ഞാൽ 45-50 തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു 24,000 കിലോമീറ്ററാണ് ഓടിയത്. കുറച്ചുകൂടെ ഓടുന്ന സമയത്ത് കുറച്ചുകൂടി താഴോട്ട് പോന്നോളും. ഒരു 40-50-60 കിലോമീറ്ററൊക്കെ ഓടുന്ന സമയത്ത് ഒരു 40 സ്പീഡിലൊക്കെ 40 എബോവ് സ്പീഡിലൊക്കെ നമുക്ക് ലോ ആൻഡ് ടോർക്ക് കിട്ടും വണ്ടി. അപ്പോൾ എന്തെന്നാലും BS6 വണ്ടികൾക്ക് കോമൺ ആയിട്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾ കോമൺ ആയിട്ടുള്ള സ്മൂത്ത്നെസ് ഈ വണ്ടിക്ക് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ലോ സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വണ്ടി സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കുള്ള ES സെലക്ട് ചെയ്യുക നന്നാവുകയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഉപയോഗിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു റെട്രോ സ്റ്റൈൽ നമുക്ക് പക്കാ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബുള്ളറ്റിൻ്റെ ഒരു പിന്നെ കാഴ്ചയിൽ സ്റ്റാൻഡേർഡിൻ്റെ ലുക്കുള്ള വണ്ടിയാണ് ES എന്ന് പറഞ്ഞത്. ഇലക്ട്രിക് സ്റ്റാർട്ട് ES എന്ന് പറയുന്നത്. KS വരുന്നുണ്ട്, KS കയ്യിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. ഇന്നത്തെ ഈ ഒരു ടൈമിലൊന്നും നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കൊണ്ടുകൊടുക്കാൻ പ്രാക്ടിക്കലല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.